ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡ്. നമ്മുടെ ആ ഒരു പഴയ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒക്കെ ഒരു ഫീൽ ശരിക്കും ഇപ്പോഴാണ് കിട്ടിയത്. ഈ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പ്രീക്വലായിട്ടുള്ള ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിൻ്റെ 3rd സീസൺ ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഈ 2nd സീസൺ വന്നിട്ട് ഭയങ്കര സ്ലോ ഫേസിൽ ലാഗായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ 3rd സീസണിലേക്ക് വരുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. നമുക്കറിയാം, ഫുള്ള് യുദ്ധമാണതിൽ. അതിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ അവർക്ക് ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിൽ തികയ്ക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം അവർ തികച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര കുറച്ചധികം റഷ്ഡായിട്ട് ഈ ഒരു എപ്പിസോഡ് ചെയ്തേക്കുന്ന പോലത്തെ ഒരു ഫീലും വന്നുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട ഒരു ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് ശരിക്കും ബുക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അതിൽ. ബുക്കിലുള്ള പോലെ അല്ല സീരീസിൽ കാണിച്ചേക്കണേ. അത് ഭയങ്കര വലിയൊരു ഡിഫറൻസ് തന്നെ അതിലുണ്ട്. അപ്പോൾ അവർ ബുക്ക് ഫോളോ ചെയ്തല്ല അത് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്തൊക്കെ ആയാലും ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് എന്നുള്ളത് മാക്സിമം ക്ലീനായിട്ട് അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഫുള്ള് യുദ്ധമായിരിക്കും. ആ ഒരു പഴയ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒക്കെ ആ ഒരു ഫീല് നമുക്കിനി ഒരു സീസണിൽ ഫുള്ള് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിനെപ്പറ്റി ഇൻഡെപ്തായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ എന്തായാലും ഇടാം.